നമസ്തേ. ഉയർന്ന ആത്മീയ ഊർജ്ജം നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഓറ വളരെ പവർഫുൾ ആകുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വൈബ്രേഷൻ റൈസ് ചെയ്യുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടതെല്ലാം പൊന്നാകുന്നത് പോലെ, നിങ്ങൾ എൻറ്റർ ചെയ്യുന്ന സ്ഥലം ലൈറ്റപ്പ് ആകുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ അന്ധകാരത്തിലായിരുന്നെങ്കിൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് കൃത്യം വൈദ്യുതി എത്തുക, അല്ലെങ്കിൽ ആളുകൾ വളരെ ഡൗൺ ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ദുഃഖിച്ചുകൊണ്ടോ കലഹിച്ചുകൊണ്ടോ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്തുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് അവിടെ ഉണ്ടാകുക, ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുക, തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ അവർക്ക് തുറന്നു കിട്ടുക. ഇങ്ങനെ നിങ്ങൾക്കും മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുള്ള അറ്റ്മോസ്ഫിയറിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാനുള്ള ഒരു ശക്തി കിട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഓറയുടെ ശക്തി കൂടുമ്പോൾ മാത്രമുള്ള കാര്യങ്ങളല്ല. ഉയർന്ന ആത്മീയ ഊർജം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സമയത്ത് ചില സമയത്ത് ഇത് ടെമ്പററി ആയിട്ടായിരിക്കും, ചില സമയങ്ങളിൽ നിങ്ങളിൽ ഉയർന്ന ആത്മീയ ഊർജം ഉണ്ടാവും. അതിനെ സദാസമയം നിലനിർത്താനുള്ള കഴിവ് നമുക്ക് ജ്ഞാനോദയം പ്രാപിക്കുന്ന സമയത്ത് ലഭിക്കുകയാണ്. ഋഷിവര്യന്മാരും അതുപോലെ തന്നെ സിദ്ധന്മാരും അതുപോലെ ഒരുപാട് സ്പിരിച്വൽ പാത്തിലൂടെ ഹയർ ലെവലിൽ പോകുന്നതായിട്ടുള്ള അസെൻഡഡ് മാസ്റ്റേഴ്സും അത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ എപ്പോഴും ഈ ഉയർന്ന ആത്മീയ ഊർജ്ജം അവരിലുണ്ട്. അതുകൊണ്ടാണ് അവരിലേക്ക് ആളുകൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യന് ഇടയ്ക്ക് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. സ്പിരിച്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത്, ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രലോഭനങ്ങളുടെ നടുവിലുള്ളതായിട്ടുള്ള ലെസ്ഫുൾ ആയിട്ടുള്ള ഈ ലോകത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് സ്പിരിച്വാലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നടക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്താണ് നമ്മളുടെ വൈബ്രേഷൻ ലോവർ ആകുന്നതും അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി നമുക്ക് ഡ്രെയിൻ ആയിട്ട് തോന്നുന്നതും ഒക്കെ. എങ്ങനെയാണ് ഈ സ്പിരിച്വൽ എനർജീനെ കൂട്ടിക്കൊണ്ടുവരാമെന്നുള്ളത് മുൻപുള്ള റൈസ് യുവർ വൈബ്രേഷൻ എന്ന വീഡിയോയിൽ വിശദീകരിച്ചതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നോക്കാം. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ തൊട്ടത് പൊന്നാകുക, അല്ലെങ്കിൽ നിങ്ങൾ സ്പർശിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസ് കേടുവന്ന സംഗതി എന്താണോ അത് ശരിയായി. അതുപോലെ തന്നെ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്തും മനുഷ്യബന്ധങ്ങൾ, വിള്ളലേറ്റ് കിടക്കുന്ന മനുഷ്യബന്ധങ്ങൾ, അല്ലെങ്കിൽ പരസ്പര സഹകരണമോ സംസാരമോ ഇല്ലാത്ത, പങ്കുവെക്കലുകൾ ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ഉയർന്ന ആത്മീയ ഊർജ്ജമുള്ള ഒരു വ്യക്തി പ്രവേശിക്കുന്ന സമയത്ത് അവിടെ അത്തരത്തിൽ ഒരു വിളക്കായിട്ട് മാറുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയർന്ന ആത്മീയ ഊർജ്ജമുള്ള വ്യക്തികളുടെ അവരുടെ ആ ഒരു സാന്നിധ്യം തന്നെ മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമായിട്ട് മാറാനായിട്ട് കാരണമാവുകയാണ്. പരസ്പരം മിണ്ടാതെയും കലഹിച്ചും ഇരിക്കുന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാരെ പരസ്പരം സംയോജിപ്പിക്കാനും, അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യമോ ഇവർ കോൺഷ്യസ് ആയിട്ട് അതിലൊരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ഐശ്വര്യം പോലെ ഇവരോടൊപ്പം ഈ സ്പിരിച്വൽ എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള എനർജി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉയർന്ന ആത്മീയ ഊർജ്ജമുള്ള ആളുകൾ അവർ പാലിക്കുന്നതായിട്ടുള്ള സ്പിരിച്വൽ റിച്വൽസിൽ എപ്പോഴും ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. അത് റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലാത്ത രീതിയിലുള്ള പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ, യോഗ, അത്തരത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും അതിന് അവർ ഹൈ പ്രയോറിറ്റി കൊടുക്കുകയും അതിൽ ഇടർച്ച വരുത്താതെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ റിലീജിയസ് ടീച്ചിങ്സിന് അപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള ടീച്ചിങ്സ് അത് കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് അത് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വിൽ പവറും ഇവർക്കുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാന്തം പോലെയാണ് ഇവർ. ആളുകൾ ഇവരിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. അത് ഇവരുടെ സൗന്ദര്യമോ പണമോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. അതിനപ്പുറത്തേക്ക് ഒരു ഹ്യൂമൻ മാഗ്നറ്റ് പോലെ ഇവർ പ്രവർത്തിക്കുകയാണ്. ആളുകൾ ജെന്യുവിൻലി ഇവരിലേക്ക് ഇൻട്രസ്റ്റഡ് ആകുകയാണ്. അതിൽ മുറിവേറ്റ ആളുകൾ ഉണ്ടായിരിക്കും, പോസിറ്റീവ് എനർജി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, എനർജി ഡ്രെയിൻ ചെയ്തവരും അല്ലെങ്കിൽ നല്ല എനർജി ഉള്ള ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കർമ്മ. ആ സ്പിരിച്വൽ എനർജി ഹൈ ആയിട്ടുള്ള വ്യക്തിയുടെ കർമ്മം എന്താണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് അയാളിലേക്ക് എത്തുന്ന വ്യക്തിത്വങ്ങളുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ആളുകൾക്ക് കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് ആത്മീയമായിട്ടുള്ളതും മാനസികവുമായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ പിന്തുണ അല്ലെങ്കിൽ വളർച്ച ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഇവരിലേക്ക് എത്തുന്ന വ്യക്തികൾക്കറിയാം. പ്രപഞ്ചമാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള എനർജി മാഗ്നറ്റുകളുടെ അടുത്തേക്ക്, സ്പിരിച്വൽ എനർജി ഒരുപാടുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ആളുകളെ അടുപ്പിക്കുന്നത്. അവർക്ക് അവിടെ ഗിവ് ആൻഡ് ടേക്സ് ഉണ്ട്. ഉയർന്ന ആത്മീയ ഊർജ്ജമുള്ള ഇത്തരത്തിലുള്ള ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്നതായിട്ടുള്ള ആത്മീയ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഇവരുടെ സമാധാനത്തിനെയോ സന്തോഷത്തിനെയോ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓറയാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ഹൈ വൈബ്രേഷനിലാണ് അവര് ആയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇവരെ ബാധിക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ ഇന്നർ ഹാപ്പിനെസ്സിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ സ്പിരിച്വൽ എനർജീസ്, ഗാർഡിയൻ ഏഞ്ചൽസ്, അല്ലെങ്കിൽ ഇവരുടെ സബ്റ്റിൽ ബോഡിയുടെ ഓറയുടെ ശക്തി ഇവരെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ ആത്മാവ് ഒരു ജ്വലിക്കുന്ന ആത്മാവായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അതിനെ ഫോർഗീവ് ചെയ്യാനുള്ള കഴിവുണ്ട്.
ഫൊർഗീവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവുള്ളവരാണ് ഏറ്റവും ശക്തരായിട്ടുള്ള വ്യക്തികൾ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഉയർന്ന ആത്മീയമൂർജ്ജമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, അവരുടെ നേർക്കോ അവർ ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഫൊർഗീവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് ഉള്ള പ്രഥമമായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാകുന്നത് ഈ ഉയർന്ന ആത്മീയോർജ്ജമുള്ള വ്യക്തികളിൽ നിന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യുക എന്നുള്ളതൊന്നും പുതുമയായിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് ഏറ്റവും വലിയ ശക്തിയുടെ ലക്ഷണമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ഹയർ വൈബ്രേഷണൽ ബീയിങ്സ്. കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയോടൊപ്പം തന്നെ ഹീലിംഗ് കപ്പാസിറ്റിയും ഉയർന്ന ആത്മീയ ഊർജ്ജമുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരെ സുഖപ്പെടുത്തുക, കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ അവരുടെ സാമീപ്യം, നേരത്തെ പറഞ്ഞതുപോലെ മനഃശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ആത്മീയ തലത്തിലോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ഒക്കെ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അസുഖാവസ്ഥകളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട്, ഒരു ആശ്വാസമായിട്ട്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ഒരു ഹീലിംഗ് ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യത വളരെ അധികമാണ്. സ്പിരിച്വൽ ഹീലിംഗ് നടക്കുന്നതിന്റെ പിന്നിൽ ഉയർന്ന ആത്മീയോർജ്ജമുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും ദർശിക്കുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓറയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സ്പിരിച്വൽ എനർജീസോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചില ശക്തമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സ്പിരിച്വൽ എനർജീസ് ഉള്ള വ്യക്തികളുടെ സാന്നിധ്യം ഇത്തരത്തിലുള്ള ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക്, ഈവൻ റിലീജിയസ് ഹീലിംഗിൽ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും അത്ഭുതകരമായിട്ടുള്ള ഹീലിംഗ് നടക്കുന്ന കേസുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു മീഡിയം പോലെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹീലേഴ്സ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അവർ യൂണിവേഴ്സിൽ നിന്ന് എനർജി സംശീകരിച്ചെടുക്കുന്നു. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഭൗതിക പ്രപഞ്ചത്തിനെ അല്ല ഉദ്ദേശിക്കുന്നത്, അനദർ ഡയമെൻഷൻസിൽ നിന്ന് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള കോസ്മിക് എനർജിനെ റിസീവ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ചൊരിയുവാനായിട്ടുള്ള മാധ്യമങ്ങളായിട്ട് ഉയർന്ന ആത്മീയ ഊർജ്ജമുള്ള വ്യക്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സംശുദ്ധമായിട്ടുള്ള മനസ്സുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചിന്തകൾക്ക് നല്ല പ്യൂരിറ്റിയും അതുപോലെ തന്നെ നല്ല ശക്തിയും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ശുദ്ധമായിട്ടുള്ള മനസ്സും ശുദ്ധമായിട്ടുള്ള ചിന്തകളും ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ സംസാരിക്കാതെ തന്നെ ഇവരുടെ ബോഡി ലാംഗ്വേജ് ഹൈലി പവർഫുൾ ആയിട്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബോഡി ലാംഗ്വേജ് എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ സാന്നിധ്യം പോലും മറ്റുള്ളവരിൽ ഹീലിംഗ് എനർജി ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ശുദ്ധമായിട്ടുള്ള ചിന്തകളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വരുന്ന സംസാരമായതുകൊണ്ട് തന്നെ അതിശക്തമായിരിക്കും ഇവരുടെ വാക്കുകൾ. ഉള്ളിലേക്ക് തുളച്ചു കയറുവാൻ ശേഷിയുള്ള വാക്കുകളുള്ള ഇവർ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ വളരെയധികം കഴിവുള്ള ആളുകളാണ്. വാക്കുകളുടെയും നിശബ്ദതയുടെയും ശക്തി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം ഉയർന്ന ആത്മീയമൂർജ്ജമുള്ള വ്യക്തികൾക്ക്. മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഹ്യൂമൻ മാഗ്നറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രവാചകനെ പോലെ ഇവർ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ തന്നെ അങ്ങനെയുള്ള വ്യക്തിയായിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് സ്പിരിച്വൽ എനർജി ഉയർന്നു വരികയും താന്നു പോവുകയും ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ അത് സസ്റ്റെയിൻ ആയിട്ട് നിർത്താമെന്നുള്ള രഹസ്യങ്ങളാണ് നമ്മൾ വീഡിയോകളിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഓറയുടെ പിന്നിലെ രഹസ്യം അല്ലെങ്കിൽ ഉയർന്ന വൈബ്രേഷന്റെ പിന്നിലെ രഹസ്യം, എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ, ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്, മനസ്സിലെ ചോദ്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ സംശയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരുടെ കർമ്മ മേഖലകളെ ഇന്റർഫിയർ ചെയ്യാത്ത വിധത്തിൽ, അവരെ ഉപദേശിച്ച് നശിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിനെ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.